ഈ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ഒരു കാലത്തും അത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസ്സിൽ ഇല്ലാതിരുന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു നേതാവുണ്ട്, KP ഉണ്ണികൃഷ്ണൻ. 1971 വടകരയിൽ ലീലാ ദാമോദരൻ എന്ന് പറഞ്ഞ് ഏതാണ്ട് ഇന്ദിരാഗാന്ധിയോടൊപ്പം തലയെടുപ്പുള്ള കേരളത്തിലെ നേതാവായിരുന്നു. അവർക്ക് വേണ്ടി ചുവരെഴുത്തുൾപ്പെടെ നടന്ന് പോസ്റ്ററുകൾ പതിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി നേരിട്ടിടപെട്ട് ഡൽഹിയിൽ നിന്ന് KP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ നേതാവിനെ ഇവിടെ അവതരിപ്പിച്ചത്. അന്ന് കാരണം KPCC ഐകകണ്ഠ്യേന കൊടുത്ത പേരാണ് ലീലാ ദാമോദര മേനോൻ. ആ ലീലാ ദാമോദര മേനോൻ, പ്രത്യേകിച്ചും കോഴിക്കോട് വടകര മേഖലയിൽ ലീലാ ദാമോദര മേനോൻ എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. ആ നേതാവിനെ മാറ്റിയിട്ടാണ് AICC തീരുമാനം വരുന്നത്. അതിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ലീലാ ദാമോദര മേനോൻ AICCയുടെ അന്ന് കൺവീനർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്. ആ കൺവീനർമാരിൽ ഒരാൾ വരും. എന്നിട്ടാണ് ആ കൺവീനർ മാറ്റിയിട്ട് ഇത് വന്ന് അന്ന് ഈ പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ KP ഉണ്ണികൃഷ്ണൻ വന്നു, നിന്നു, ജയിച്ചു. നമുക്ക് അതിന് ശേഷമുള്ള ഇപ്പോൾ കരുണാകരൻ്റെ കാലത്തും ആൻ്റണിയുടെ കാലത്തും ഒക്കെ തന്നെ കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭൂകമ്പങ്ങളാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് അത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ്സിന് ഒരു കാലത്തും അതിൻ്റെ പേരിൽ ഒരു വോട്ട് പോലും അവരുടെ അനുകൂലികളും പ്രവർത്തകരും വോട്ട് ചെയ്യാതിരുന്നിട്ടുമില്ല, അവർ ജയിക്കാതിരുന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കൂടി ചേർന്നതാണ് എന്നുള്ളൊരു പൊതുധാരണയാണ് നമ്മുടെയൊക്കെ സമൂഹത്തിനുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ വിഷയം. ഇപ്പോൾ ഉദാഹരണത്തിന് MP മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഹൈക്കമാൻഡ് തീരുമാനം, അത് യഥാർത്ഥത്തിൽ നല്ലതല്ലേ? അതായത് ഇപ്പോൾ ഒരു MP മത്സരിച്ച് നിയമസഭയിലേക്ക് MP ജയിച്ചു. അപ്പോൾ എന്താ പറ്റുന്നത്? പാർലമെൻറ്റിലേക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളടങ്ങുന്ന പാർലമെൻറ്റിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. അത് ഖജനാവിന് വലിയ നഷ്ടം, ആളും അർത്ഥവും നൽകി മുന്നണികൾക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ഫലത്തിൽ അത് വലിയൊരു മെനക്കേടുമാണ്, ശല്യവുമാണ്. പക്ഷേ അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വരുന്ന നേതാക്കൾ ഇപ്പോഴത്തെ കാലത്ത് വളരെ ശക്തമായി ഉയർന്നു വരുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ ഈ ഒരു കോൺഗ്രസിൻ്റെ ഒരു MP, അതായത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, KPCC പ്രസിഡൻ്റായിരുന്ന ഒരാൾ നിലവിൽ MP ആയിരിക്കെ എനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്ത ഈ അധികാരം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ UDF അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഞാൻ മത്സരിക്കണം, ഞാൻ ജയിക്കണം, എനിക്ക് മുഖ്യമന്ത്രിയാവണം, ഇല്ലെങ്കിൽ മന്ത്രിയാവണമെങ്കിൽ തന്നെ ചിലപ്പോൾ എനിക്ക് ആഭ്യന്തരമന്ത്രിയാവണം, ഇല്ലെങ്കിൽ ധനമന്ത്രിയാവണം, അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളുള്ളത് കൊണ്ടാവണമല്ലോ ഇവർ മത്സരിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ ചോദിച്ചത് മത്സരിക്കുന്നത് സന്യാസിയാവാനല്ലല്ലോ എന്നാണല്ലോ ചോദിച്ചത്. അതുപോലെ ഇപ്പോൾ സുധാകരനും മത്സരിക്കുന്നത് കണ്ണൂർ ഉൾപ്പെടെയുള്ള 7 വാർഡിലെ MP ആണ്. അപ്പോൾ ജനസേവനം മാത്രമാണെങ്കിൽ ലക്ഷ്യമെങ്കിൽ ഈ 7 വാർഡിലെയും ജനങ്ങളെ സേവിക്കാം. അപ്പോൾ അതല്ല, എനിക്ക് കുറച്ച് ഇപ്പോൾ ഒരു സിനിമയിൽ നടൻ ശ്രീനിവാസനോട് നല്ല കാറ്റുള്ള മുറിയാണെന്ന് പറയുമ്പോൾ അത്ര കാറ്റ് എനിക്ക് വേണ്ടാന്ന് പറയുന്നത് പോലെ കണ്ണൂർ എന്ന പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 മണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം വേണ്ട, എനിക്ക് കുറച്ച് ജനങ്ങളെ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന സുധാകരൻ അപ്പോൾ മത്സരിക്കുന്നത് അധികാരം UDFൽ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയോ ഇല്ലെങ്കിൽ മികച്ച വകുപ്പിൻ്റെ മന്ത്രിയോ ആവാൻ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ അതിനു വേണ്ടി മത്സരിക്കുമ്പോൾ ഇനി ഈ മത്സരം കഴിഞ്ഞ് അടുത്ത മത്സരത്തിലേക്ക്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ യുദ്ധം എന്ന് പറഞ്ഞതുപോലെ അടുത്ത യുദ്ധത്തിന് വേദിയാവുകയാണ് എന്നുള്ളതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കാര്യങ്ങൾ സുഗമമാവില്ല UDFനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളൊരു വസ്തുത തന്നെയാണ് അതിൽ പുറത്തു വരുന്നത്. പക്ഷേ അതൊക്കെ ചേർന്നതാണ് കോൺഗ്രസ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നലകളിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സുധാകരന് കൊടുക്കുമ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ് മറ്റ് MP വരുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഉള്ള ഒരു കാര്യം ഹൈക്കമാൻഡിൻ്റെ ഒരു നിലപാടാണ്. ഹൈക്കമാൻഡിന് പഴയ രീതിയിൽ ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഉറച്ച തീരുമാനമെടുക്കാനുള്ളൊരു ശേഷി ഇപ്പോഴത്തെ ഹൈക്കമാൻഡിനുണ്ടോ എന്ന ചോദ്യമാണ് ഈ കാര്യങ്ങളിൽ ഇവിടെ ഉയർന്നു വരുന്നത്.